ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ സത്യഭാമ വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ടും സത്യഭാമയുടെ മരുമകളായിട്ടും ശാലിനിയെ ക്ഷണിക്കാനായിട്ട് വന്നിരിക്കുവാണ്. ശാലിനി ഇതൊന്നും അറിയുന്നില്ലല്ലോ. സത്യഭാമയെ കണ്ടതും ശാലിനി അങ്ങ് അമ്പരന്ന് പോയി. എന്നിട്ട് അമ്മേന്ന് ശാരദാമ്മയെ വിളിക്കുവാണ്. ശാരദാമ്മ ദേ വരുന്നു മോളെ എന്നും പറഞ്ഞ് ശാരദാമ്മ വന്ന് നോക്കുമ്പോൾ സത്യഭാമ ഇങ്ങനെ വടി പോലെ നിൽപ്പുണ്ട്. ദൈവമേ, വിഷ്ണുവും ശാലിനിയും വാടക വീടെടുത്ത് താമസിക്കാൻ പോകുന്നതറിഞ്ഞ് സത്യഭാമ നാടകം നടത്തി അത് മുടക്കിയതാണ്. വീണ്ടും അതിൻ്റെ ചൊരുക്ക് തീരാഞ്ഞിട്ട് ശാലിനിയെ വഴക്ക് പറയാമെന്നതാണോ എന്നിങ്ങനെ വിഷമിച്ച് ശാലിനിയും ശാരദാമ്മയും നിൽക്കുവാണ്. അവരെങ്ങനെ അമ്മയും മോളും അമ്പരന്ന് നിൽക്കുന്ന കണ്ടോണ്ട് സത്യഭാമ പറയുക, ഞാൻ ശ്യാമയുടെയും രോഗത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കാൻ വന്നതാണ്. അത് കേട്ട് വിശ്വസിക്കാനാകാതെ ശാലിനിയും ശാരദാമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. കാരണം ആട്ടിൻതോലണിഞ്ഞ ചെന്നായാണല്ലോ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പപ്പിക്കും ശ്യാമയ്ക്കും ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമെന്ന് വലിയ ആഗ്രഹം. എന്നാൽ പിന്നെ ഞാനും അതങ്ങ് തീരുമാനിച്ചു. അത് കേട്ടപ്പോൾ ശാരദാമ്മ പറയാം, അത് ഏതായാലും നല്ല കാര്യമായിപ്പോയി. വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു വലിയ സന്തോഷം തന്നെ ആവും. എല്ലാവരെയും ക്ഷണിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് അവിടെ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആദ്യം ക്ഷണിക്കേണ്ടത് ശാലിനിയെ തന്നെയാണെന്ന്. എൻ്റെ പൊന്നോ, സത്യാമ്മയ്ക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞ് ശാലിനി വീണ്ടും ശാരദാമ്മയെ നോക്കുവാണ്. എത്രയൊക്കെ അകന്നു നിന്നാലും എൻ്റെ കുടുംബത്തിലോട്ട് ആദ്യമായിട്ട് കയറി വന്ന മരുമകൾ ശാലിനി തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ശാലിനിയെ ഒഴിവാക്കിക്കൊണ്ട് ഇനി ഒരു ആഘോഷ പരിപാടി അവിടെ ഉണ്ടാവില്ലെന്ന് ഞാൻ അവരോടെല്ലാവരോടും പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒറ്റ നിർബന്ധം, ഞാൻ തന്നെ പോയി ശാലിനിയെ വിളിക്കണമെന്ന്. എങ്കിൽ പിന്നെ ആയിക്കോട്ടെന്ന് ഞാനും കരുതി. സത്യഭാമ അങ്ങനെ ചിരിച്ചോണ്ടാ പറയുന്നത്. ശാലിനിയും ശാരദാമ്മയും ഞങ്ങൾ ഭൂമിയിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് സംശയത്തോടെ നോക്കുവാണ്. സത്യഭാമ വീണ്ടും ശാലിനിയെ അങ്ങോട്ട് ഞെട്ടിക്കുവാണ്. ശാലിനിയുടെ കൈക്കോട്ട് പിടിച്ചിട്ട്, മോളെ നീ വരണം, വെറുതെ വന്നാൽ മാത്രം പോരാ, അവിടെ വന്ന് വിഷ്ണുവിൻ്റെ പെണ്ണായി തന്നെ നിന്ന് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് മുന്നിട്ട് നിന്ന് തന്നെ ചെയ്യിക്കണം. കാരണം ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയാണ്. എനിക്കും ശാരദാമ്മയ്ക്കുമൊക്കെ ഒരല്പം വിശ്രമം ആവശ്യമാണെങ്കിലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുറ തെറ്റാതെ നടക്കണമല്ലോ. അതിനിപ്പോഴേ ഓരോ ചുമതലകൾ ഏൽപ്പിക്കുവാണെന്ന് വെച്ചോ. എന്താ മോളെ പറ, ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ശാലിനി ഇതൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ, ഇപ്പോഴും ശാലിനിക്ക് വിശ്വാസമായിട്ടില്ല സത്യമ്മ പറയുന്നതൊക്കെ. എന്ന് വെച്ചാൽ ഏത് സമയത്താ ഓന്തിൻ്റെ നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ ശാരദാമ്മ, ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ? ഇനി കുട്ടികൾ നോക്കട്ടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. ഇനിയുള്ള ശിഷ്ടകാലം അവർ വെച്ചും വേവിച്ചും തരുന്നതൊക്കെ കഴിച്ച് നമുക്കങ്ങ് കഴിയാം. അതുകൊണ്ട് നാളത്തെ ചടങ്ങിന് മോള് വരണം. ഇങ്ങനെ സത്യഭാമ പറയുമ്പം ശാലിനി പണ്ടുണ്ടായ സംഭവം ഓർക്കുവാണ്. ഇതിനു മുമ്പും സത്യഭാമ ശാലിനിയെ വിളിച്ചോണ്ട് പോകാൻ വന്നതാണ്. അപ്പോഴാണ് സത്യമോടെ പേരും പറഞ്ഞ് വഴക്കുണ്ടായത്. സത്യമോളെ കൊണ്ടുപോകില്ല, ശാലിനിയെ മാത്രം വിളിച്ചോണ്ട് പോകുന്നു. അതെങ്ങനെയാ? ഒരു പെറ്റതള്ളയും സഹിക്കുവോ സ്വന്തം കുഞ്ഞിനെ കളഞ്ഞിട്ട് പോകാൻ? ഇത്രയും നേരം മിണ്ടാതിരുന്ന ശാലിനി എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് പറയാണ്, സത്യാമ്മ എന്നെ നാളത്തെ ഫംഗ്ഷന് വന്ന് വിളിച്ചതും അവിടുത്തെ മൂത്ത മരുമകൾ എന്നുള്ള സ്ഥാനം എനിക്ക് തന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നാളത്തെ ഫംഗ്ഷന് സത്യാമ്മ എന്നെ തനിച്ചായിട്ടല്ലല്ലോ ക്ഷണിക്കുന്നത്. ഞാൻ വരുന്നുണ്ടെങ്കിൽ എൻ്റെ മകൾ സത്യയും കൂടെ കൂട്ടാവല്ലോ. അങ്ങനെയല്ലേ സത്യാമ്മയെ വേണ്ടത്? എന്നെ മരുമകളായി അംഗീകരിച്ച് വിളിക്കുമ്പോൾ എൻ്റെ മകൾ സത്യയും കൂടെ കൂട്ടണ്ടേ? ശാരദാമ്മ ഉടനെ ശാലിനിയുടെ കൈക്ക് പിടിച്ചിട്ട് മോളെ വേണ്ടാന്നിങ്ങനെ പറയാനൊരുങ്ങുമ്പം ശാലിനി പറയുവാണ്, കാര്യങ്ങളൊക്കെ പറയണ്ടേ അമ്മേ? ഇപ്പോൾ തന്നെ എല്ലാം സംസാരിച്ച് ധാരണയിലെത്തിയാൽ ഭാവിയിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ലേ വേണ്ടേ സത്യാമ്മേ? സത്യഭാമ ഉടനെ ശാലിനിയോട് ചോദിക്കുവാണ്, എന്നോടിപ്പോൾ ഈ സംസാരിക്കുന്നത് കളക്ടർ ശാലിനിയാണോ അതോ ശാരദാമ്മയുടെ മകൾ വെറും ശാലിനിയാണോ? ദാണ്ട കിടക്കുന്ന ചട്ടീക്കലോ. സത്യഭാമയുടെ തനി കുണം കാണിക്കാൻ തുടങ്ങി. ഇത് രണ്ടുമല്ല സത്യാമ്മേ, സത്യാമ്മയുടെ മകൻ വിഷ്ണു വിവാഹം കഴിച്ച ശാലിനി വിഷ്ണു. എപ്പോഴും എനിക്ക് അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹം. അതിനെ ഈ സത്യഭാമയുടെ സമ്മതം വേണം. എന്നെ അനുസരിക്കുന്ന മരുമകളെയാണ് എനിക്ക് വേണ്ടത്. അല്ലാത്തവരെ ഈ സത്യഭാമ രണ്ടടി അകലം പാലിച്ചേ നിർത്തൂ. അശുദ്ധിയായവരെ അകറ്റി നിർത്തുന്ന പോലെ. സത്യാമ്മേ അത് എന്നിങ്ങനെ ശാലിനി പറയുമ്പോഴത്തേക്കും ശാരദാമ്മ പറയുക, മോളെ ഇങ്ങനെ തർക്കിച്ചു പോയാൽ നമ്മൾ എങ്ങും എത്തത്തില്ല. സത്യം ഞാൻ നാളെ നോക്കിക്കോളാം. മോൾ എന്തായാലും അവിടം വരെ പോയിട്ട് വാ. അമ്മ എന്താണമ്മേ ഈ പറയുന്നത്? ഇത് ജീവിതമാണമ്മേ. ഒരുപാട് കാലം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാ. ഇവിടെ തുറന്ന് സംസാരിച്ച് മുന്നോട്ട് പോവുകയെ നിവർത്തിയുള്ളൂ. ഉടനെ സത്യഭാമ, ശാരദാമ്മേ, ഇനി ഒരു കാര്യത്തിന് ഞാൻ ഈ വീട്ടോട്ട് വരത്തില്ല, എൻ്റെ മകനും വരത്തില്ല. ഞാൻ എൻ്റെ മോനെ വളർത്തിയിരിക്കുന്നതേ അനുസരണയോടുകൂടിയാ.
അവൻ എന്നെ ധിക്കരിച്ച് ഒന്നും തന്നെ ചെയ്യത്തതുമില്ല. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്നാൽ ഇപ്പം തിരിച്ചു പോകുന്നത് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് കുലുങ്ങി ഇറങ്ങിപ്പോകുവാണ്. വെളിയിലോട്ട് വന്ന് നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട്. സത്യഭാമ ഉടനെ രാത്രിയിൽ തനിക്കുണ്ടായ സ്വപ്നം ഓർക്കുകയാണ്. അയ്യോ, ഇനി എൻ്റെ ഭഗവാനെ, എൻ്റെ മോനിനി അങ്ങനെ വല്ലതും ചെയ്യുവോ എന്ന് സത്യഭാമ ആകെ കുഴപ്പത്തിലായി. സത്യഭാമ അവിടെ ഒരു നിമിഷം നിന്നിട്ട് തിരിച്ച് വീണ്ടും ശാലിനിയുടെ അടുത്തോട്ട് തന്നെ ചെല്ലുകയാണ്. അടുത്ത നാടകം പോലെ സത്യഭാമ പറയുകയാണ്, എങ്കിൽ ശരി, നാളത്തെ ചടങ്ങിന് ശാലിനിയും സത്യയും മാത്രമല്ല ശാരദാമ്മയും വരണം. നിങ്ങളെല്ലാവരും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്യാമയും രോഹിത്തും ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്ന ചടങ്ങ് അങ്ങ് മംഗളമാക്കി തരണം. എവിടെയും ജയിച്ച് ശീലമേ ഈ സത്യഭാമയ്ക്കുള്ളൂ. തോൽക്കാനുണ്ടാകുന്ന മനസ്സ് രണ്ടാമതൊന്ന് ആലോചിക്കുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ താമസം ഉണ്ടാകുന്നത്. എന്നിട്ട് സത്യഭാമ കയ്യിൽ കൊണ്ടുവന്ന പേഴ്സ് തുറന്ന് അതിൽ നിന്നൊരു കുങ്കുമച്ചെപ്പ് എടുക്കുവാണ്. ആ കുങ്കുമച്ചെപ്പ് തുറന്ന് അതിൽ നിന്ന് കുങ്കുമം എടുത്ത് ശാലിനിയുടെ സീമന്തരേഖയിൽ വെക്കുകയാണ്. ഇത്രയും നേരമായിട്ടും അകത്തുപോയ അമ്മ എന്തേ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു വന്ന് നോക്കുമ്പോൾ സത്യാമ്മ ശാലിൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട് സന്തോഷത്തോടെ വിഷ്ണു ഇങ്ങനെ നാണിച്ചു നിൽക്കുവാണ്. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുന്നുണ്ട്, നീ നാളെ വരണം. സത്യഭാമയുടെ മകൻ വിഷ്ണുവിൻ്റെ ഭാര്യയായ ശാലിനി വിഷ്ണുവായിട്ട് വരണം. സത്യമോൾ ഇരുന്നുകൊണ്ട് അച്ഛൻ്റെ ഫോൺ പ്രതീക്ഷിച്ചിരിക്കുവാണ്. എന്താ അച്ഛൻ വിളിക്കാത്തത്? ചിലപ്പോൾ ജോലിസ്ഥലത്ത് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലെന്നായിരിക്കും. പാവം അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് പറയുവാണ്. സത്യാമ്മ അങ്ങനെ യാത്ര ചോദിച്ച് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ നാണിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണുന്നത്. അമ്മേ, ശാലിനി എന്തു പറഞ്ഞു? അത് അല്പം താന്നു കൊടുക്കേണ്ടി വന്നെങ്കിലും ഞാൻ എൻ്റെ തീരുമാനം കുറച്ച് മാറ്റേണ്ടി വന്നു. നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. നാളത്തെ ചടങ്ങിന് ശാലിനിയും സത്യയും ശാരദാമ്മയും എല്ലാവരും വരും. വിഷ്ണു പെട്ടെന്ന് സത്യാമ്മയുടെ കയ്യെ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുക, സന്തോഷമായമ്മേ. എന്നിട്ട് സങ്കടത്തോടെ ആ കൈക്ക് പിടിച്ചങ്ങ് മുത്തം കൊടുക്കുവാണ്. അവരെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നമ്മേ. പക്ഷേ എൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കൊന്നും അവരിപ്പോഴും ഉത്തരം തന്നിട്ടില്ല. എന്നിട്ടും സത്യയെ കൂടെ കൂട്ടത്തിൽ കൂട്ടിക്കോളാൻ പറഞ്ഞത് നിന്നെ ഓർത്ത് മാത്രമാ. നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. സത്യ ഇല്ലാതെ ശാലിനിയും വരില്ല, അത് അവൾ പറഞ്ഞു കഴിഞ്ഞു. അമ്മ, ആര് വന്നാൽ എന്താമ്മേ, അവിടെ ഒരു ചടങ്ങ് നടക്കൂലേ? എല്ലാവരും വരുന്ന ഒരു മംഗളകർമ്മങ്ങളല്ലേ അതൊക്കെ. എന്നാലും വിഷ്ണു, എല്ലാത്തിനും ഒരു നേരും നെറിയും വേണം. അത് ഈ വീട്ടുകാർക്കില്ല. നിനക്കറിയാവല്ലോ, ഈ സത്യഭാമ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ശബ്ദം ഉയർത്താറുള്ളൂ. ഇവിടെയും ഈ സത്യം അറിയാൻ എനിക്ക് അവകാശം ഉണ്ട് താനും. പക്ഷേ എല്ലാവരിൽ നിന്നും എല്ലാം ഒളിക്കുന്നത് അവളും അവളുടെ അമ്മയുമാണ്. അവരൊളിക്കട്ടെ, എവിടം വരെ ഒളിക്കുമെന്നറിയാമല്ലോ. എന്തുവാണോ ആവോ ഭഗവാനെ, നാളത്തെ ഫംഗ്ഷന് സത്യഭാമ ഇനി കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി അവരെ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇനി വരുന്നതും വരാതിരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് സത്യഭാമയും വിഷ്ണു അങ്ങ് വണ്ടിയിൽ കയറി പോവുകയാണ്. ശാലിനി ശാരദാമ്മയോട് പറയുവാണ്, അവിടെ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ടമ്മേ. അല്ലെങ്കിൽ സത്യാമ്മ ഒരിക്കലും ഇങ്ങനെ മനസ്സ് മാറി വരില്ല. ഒന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും അവരൊന്നും ഇരുന്നില്ലല്ലോ മോളെ. അത് ചിലപ്പോഴൊരു കുറച്ചിലായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഈഗോയുടെ കാര്യത്തിലേ സത്യാമ്മയെ വെല്ലാൻ ഈ ഭൂമിയിൽ ആരുമില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ. നാളത്തെ ഫംഗ്ഷന് പോണോ വേണ്ടായോ എന്നുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സ്നേഹമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് പറയാനും പറ്റില്ല. ഇവിടെ വന്ന് വിളിച്ച സ്ഥിതിക്ക് പോണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊരു നല്ല സൂചനയായിട്ടാണ് മോളെ എനിക്ക് തോന്നുന്നത്. അകന്നു നിൽക്കുന്ന നിങ്ങൾ വീണ്ടും ഒന്നിക്കാനുണ്ടായ ഒരു അവസരമാണിത്. വിഷ്ണുവേട്ടൻ്റെ നിർബന്ധം എന്തുവായാലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലാതെ സത്യാമ്മ ഒരിക്കലും ഇങ്ങനെ തീരുമാനം എടുക്കില്ല. വിഷ്ണു എന്നും ഇങ്ങനെ അമ്മ മകനായി ജീവിച്ചാൽ മതിയോ? അവനും വേണ്ടേ ഭാര്യയും കുട്ടിയായിട്ടൊക്കെ ഉള്ളൊരു ജീവിതം. വിഷ്ണുവേട്ടൻ ഒരിക്കലും സത്യാമ്മയിൽ നിന്ന് മാറി നിൽക്കാനാവില്ലമ്മേ. ഏതായാലും അവർ വന്ന് വിളിച്ച സ്ഥിതിക്ക് നാളെ നിങ്ങൾ അമ്മയും മോളും പോകണം.
ഞങ്ങൾ പോകും, പക്ഷെ ഞങ്ങളോടൊപ്പം അമ്മയും ഉണ്ടാകണം. ഓ, ഞാൻ എന്തിനാ വരുന്നത്? ഞാൻ വരുന്നതൊന്നും സത്യാമ്മയ്ക്ക് ഇഷ്ടമാവത്തില്ല. സത്യാമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അമ്മയെ പ്രത്യേകം വിളിച്ചത്. അതുമാത്രമാണോ, അമ്മയുടെ ഇളയ മകളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ പിന്നെ ചെല്ലേണ്ട കടമയും അമ്മയ്ക്കുണ്ട്. ആ സമയത്ത് സത്യമോൾ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, അമ്മേ, ബിഗ് ഫ്രണ്ടും സത്യാമ്മയും എന്തിനാ വന്നത്? മോളെ അതിനവർ കണ്ടായിരുന്നോ? എന്നെ കണ്ടില്ല, പക്ഷെ ഞാൻ കണ്ടായിരുന്നു. നാളെ ശ്യാമ ആൻറ്റിയുടെയും രോഹിത് അങ്കിളിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാ. അതിന് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കാൻ വന്നതാണ്. എന്നിട്ട് എപ്പോഴാണ് നമ്മൾ പോകുന്നത്? ഇന്ന് പോണോ? ഇന്നെന്തിനാ പോന്നേ? നാളെയല്ലേ പരിപാടി. നാളെ നമുക്ക് പരിപാടിയൊക്കെ കൂടിയിട്ട് എളുപ്പം പോരാ. എളുപ്പം വരണ്ട അമ്മേ. അതെന്താ? ബിഗ് ഫ്രണ്ടിൻ്റെ കൂടെയും പപ്പിയുടെയും കൂടെ എനിക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കണം അമ്മേ. ശാരദാമ്മ ഉടനെ പറയുവാണ്, അതൊക്കെ നമുക്ക് നാളെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ഇപ്പൊ എൻ്റെ സത്യക്കുട്ടി പഠിക്കാനുള്ളതൊക്കെ പോയി പഠിച്ചോ. ശാരദാമ്മ ശാലിനിയോട് വീണ്ടും പറയുവാണ്, എടി മോളെ, ഇതൊരു അവസരമാണ്. നിനക്ക് അവിടെ സത്യാമ്മയുടെ മരുമകളായിട്ട് തിരിച്ചു കയറാനുള്ള ഒരു സമയം തന്നെയാണ്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും ഒരു ജീവിതം ഉണ്ടാക്കുന്നതിലാണ് നമ്മുടെ വിജയം. അങ്ങനെ ശാരദാമ്മയും ശാലിനിയും സത്യമോളും നാളത്തെ ഫംഗ്ഷന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നാളത്തെ ഫംഗ്ഷനുമായി വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.